പാലപ്പം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇന്ന്. ഇപ്പം അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് അതേ മാവ് വെച്ച് ദോശക്കല്ലിലും ഇതുപോലെ അപ്പം ദോശയായിട്ട് തന്നെ തയ്യാറാക്കാം. രണ്ട് രീതിയിലും ഒരേ മാവ് വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ 1/2 കപ്പ് അവലും കൂടെ എടുത്തിട്ടുണ്ട്. അവൽ നന്നായിട്ട് 1-2 പ്രാവശ്യം കഴുകി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് കുതിരുന്ന ആ സമയത്ത് അരിപ്പൊടിയിലും തേങ്ങയിലും കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കുക. മിക്സിയിൽ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പം ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനാണ്. ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുമ്പം ആ വെള്ളമെല്ലാം കുടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതും കൂടെ അരിപ്പൊടിയുടെ ആ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ കൂട്ട് നമുക്ക് മിക്സിയിൽ ചേർത്ത് അരച്ചെടുക്കാം. അപ്പം 2 ബാച്ചായിട്ടാണ് അരച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് അരയ്ക്കുമ്പം അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ്, കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർക്കുക. ഇപ്പം പൊങ്ങാനായിട്ട് സമയമുണ്ടെന്നുള്ളവർക്ക് പുളിപ്പിച്ച തേങ്ങയുടെ വെള്ളവും കൂടെ ചേർക്കാം. 2 ബാച്ചും ഇതുപോലെ അരച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ രീതിയിൽ കലക്കിയെടുത്തപ്പം ഇവിടെ ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനകം തന്നെ ഇത് മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇപ്പം തേങ്ങാവെള്ളമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 6-7 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം 3/4 മണിക്കൂറായപ്പോൾ തന്നെ മാവ് നല്ലോണം ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ മാവ് വെച്ച് നമുക്ക് എങ്ങനെയാണ് അപ്പം ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു തവി മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അടച്ച് വെച്ച് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. ഇതിപ്പം നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട്. നടുഭാഗവും നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കാം. ഇനി അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് അതേ മാവ് കൊണ്ട് നമുക്ക് ദോശക്കല്ലിലും ഇതുപോലെ ദോശയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ദോശ പോലെ ഒന്ന് പരത്തിയിട്ട് അടപ്പ് വെച്ച് അടച്ചെടുത്താൽ മതി. 1 മിനിറ്റിൽ ദോശക്കല്ല് ശകലം കൂടെ എളുപ്പം നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ഇപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ മാവ് കൊണ്ട് ഒന്നുകിൽ അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ രാവിലെ കുറച്ചും കൂടെ എളുപ്പം തയ്യാറാക്കണമെന്നുള്ളവർക്ക് ദോശക്കല്ല് തന്നെ ദോശയായിട്ടും ചുട്ടെടുക്കാം. ഇത് നമുക്ക് സ്റ്റൂ അല്ലെങ്കിൽ കടലക്കറി ഏതാണോ താല്പര്യം അതൊഴിച്ച് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക.